നമുക്കിന്ന് സംസാരിക്കാനുള്ളത് ഒരു ബാലനെക്കുറിച്ചാണ്. ഒരു പിഞ്ചു ബാലനെക്കുറിച്ച്. പറമ്പിൽ കുഴികുത്തി വട്ടയില വെച്ച് പഴങ്കഞ്ഞി കുടിക്കാൻ കൊതിച്ച ഒരു സവർണ ബാലൻ്റെ കഥ. അടിമത്തവും തൊട്ടുകൂടായ്മയും കൊടികുത്തി വാണ സർ CP-യുടെ കാലത്ത് ജീവിച്ച ഇപ്പോഴും ചെറുപ്പക്കാരനായി തുടരുന്ന അനന്തപുരിയുടെ പ്രിയപ്പെട്ട KKGയുടെ കഥ. എന്താണെന്നറിയില്ല, പുള്ളിക്ക് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ വല്ലാത്തൊരു സൂക്കേടാ. ഈ വേർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് അങ്ങനെ ആണോന്നറിയില്ല കേട്ടോ. ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും. ഇത്ര ഒരു 1.5 അടി താഴ്ചയിൽ കുഴിയെടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുത്തിടും. ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവരങ്ങോട്ട് കൈവച്ച് ഉടയ്ക്കും. ഉടച്ചതിന് പക്ഷേ കൈവച്ചല്ല കഴിക്കുന്നത്, ശ്രദ്ധിച്ചു കാണും. ഈ പ്ലാവലെടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഈർക്കിൽ കുത്തിയിട്ട് അത് വെച്ച് കഴിക്കും. അതെ, അവർ കൈവച്ചല്ല കേട്ടോ, കൈവച്ചല്ല കഴിക്കുന്നത്. അവരാ ജോലിയെടുത്ത് വേർത്ത് ഇതെല്ലാം കഴിഞ്ഞ് മുഖമൊക്കെ കൊണ്ട് കഴുകിയിട്ട് കൊണ്ടുവന്ന വിശപ്പോടെ കഴിക്കുന്ന കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവർ കഴിക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരും. അപ്പോൾ ഈ ചാണകം എന്ന് പറഞ്ഞാൽ ഞാനും ചാണകം നിങ്ങളും ചാണകം. നമ്മൾ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവർ കഴിക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് വിവരക്കേടാണ് ഈ വിളിച്ചു പറയുന്നത്. പക്ഷേ ഇത് വേറെ യൂണിവേഴ്സാണ് സുഹൃത്തെ. ഇവിടെ ഇങ്ങനെ പറഞ്ഞാലേ ഒരു വിലയൊക്കെ കാണൂ. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണമെന്ന് പറഞ്ഞ പുള്ളിയുടെ മാർക്കറ്റ് കയറിപ്പോയ പോക്ക് കണ്ടില്ലേ. അപ്പോൾ അസാമാന്യമായ രീതിയിൽ നിഷ്കളങ്കമാവണം. നിഷ്കളങ്കമായെന്ന് പറഞ്ഞേക്കണം. ദളിത് ജീവിതങ്ങളെക്കുറിച്ചും പിന്നോക്കാവസ്ഥയെക്കുറിച്ചും നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. നമ്മൾ മൈൻഡ് ചെയ്യരുത്, നിഷ്കളങ്കമായിരിക്കുക. ആവേശം കയറി ഇസ്രയേലിനൊപ്പമാണെന്ന് വരെ KKG പറഞ്ഞു നോക്കി. കഷ്ടമെന്ന് പറയാലോ, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയില്ല. എന്തിനാണ് ഇസ്രയേലിന് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം? എന്തിന് പ്രഖ്യാപിക്കണം? രാജ്യസ്നേഹമാണ് ഞങ്ങളുടെ മെയിൻ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അല്ല, വംശശുദ്ധി അതാണ് മെയിൻ. ഈ ആക്രമണം ഏറ്റവും ശക്തവും ഒരു പാഠവും പഠിപ്പിക്കുന്ന ആക്രമണമായിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാനദണ്ഡമായിരിക്കണം. അതെ, ഇതൊരു മാനദണ്ഡമായിരിക്കണം. മാനദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, മനസ്സിൻ്റെ ദണ്ണം. ജിയുടെ വൊക്കാബുലറി ഒന്നും അങ്ങ് പിടികിട്ടുന്നില്ലല്ലേ. തീവ്രവാദികൾ നമ്മളെ അല്ല ഭയപ്പെടുത്തേണ്ടത്, നമ്മൾ തീവ്രവാദികളെ ഭയപ്പെടുത്തുന്ന കാലമാണ് ഇനി വരേണ്ടത്. മനസ്സിലായല്ലോ? അവർ നമ്മളെയല്ല, നമ്മൾ അവരെ. ഈ അവരും നമ്മളും ആരാന്ന് മനസ്സിലായോ? ഇവിടെ നിന്ന് മനസ്സിലാവാൻ. ഞാനും ചാണകം നിങ്ങളും ചാണകം. ചാണകമേ ഉലകം. ചാണകമേ ഉലകം. ഈ മേഖലയിൽ ഷൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് വേണം, കോൺസെൻട്രേഷൻ, ചിരിച്ച മുഖം, പുകഴ്ത്താനുള്ള അപാരമായ കഴിവ്. പക്ഷേ അത് പാളിപ്പോയി. എന്ത് ചെയ്യാനാവും? KKG ഇപ്പം എന്ത് ചെയ്യാനാ? പക്ഷെ നിങ്ങൾ വിചാരിക്കും പുള്ളി അവിടെ നിർത്തുന്നു. ഇല്ല, ബാക്കി കൂടെ കേക്ക്. മനസ്സിലായല്ലോ? അതാണ്. 32 വർഷങ്ങൾ കഴിയുന്നു. ഇത്രയും നാൾ കലാരംഗത്ത് പ്രവർത്തിക്കുവാനും നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും ധാരാളമായി അനുഭവിക്കുവാനും ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. മതിയായല്ലോ എല്ലാവർക്കും? അതിനെനിക്ക് നന്ദി പറയാനുള്ള ഒരു പ്രസ്ഥാനമുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും അമരത്തായി ഒരു യുഗപുരുഷനുമുണ്ട്. അതേത് പുരുഷൻ? അത് പുരുഷു, ഇത് പുരുഷൻ, യുഗപുരുഷൻ. ഓ, മോദിജി. നരേന്ദ്രഭായിന്റെ കൃപാക്കി. അപ്പൊ ഈ ചാണകം എന്ന് പറഞ്ഞാൽ ഞാനും ചാണകം നിങ്ങളും ചാണകം. ചുമ്മാ കുഴപ്പിക്കാൻ വരരുത്. പോളിംഗ് ബൂത്തിൽ ചെന്നാൽ പോലും നിഷ്കളങ്കമായി മാത്രമേ ഞങ്ങൾ ചിന്തിക്കാറുള്ളൂ. 7 മണിക്ക് തന്നെ നമ്മുടെ ബൂത്തിലെത്തണം. ബൂത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബാലറ്റ് മെഷീന്റെ മുമ്പിലോട്ട് ചെന്നിട്ട് നമ്മൾ എന്താ മനസ്സിൽ ധ്യാനിക്കേണ്ടത്? നമ്മുടെ ശ്രീധർമ്മശാസ്താവിനെ മനസ്സിൽ ധ്യാനിക്കുക. എന്നിട്ട് ഈ അധോലോക അഴിമതി സർക്കാരിന്റെ നെഞ്ചിലോട്ട് താമര അങ്ങോട്ട് കുത്തി ഇറക്കണം. ഈ KKGയുടെ ഒരു കാര്യം. അങ്ങനെ KKGയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയണം, സമയമില്ലാത്തതുകൊണ്ട് നിർത്താം. അവസാനമായി KKG ചൊല്ലുന്ന ഈശ്വര പ്രാർത്ഥന. എത്രയും പ്രിയപ്പെട്ട ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിജി, അങ്ങയ്ക്ക് ഏറ്റവും ഹൃദ്യമായ ജന്മദിനാശംസകൾ. സർവേശ്വരൻ അങ്ങ് എന്നും സംരക്ഷിക്കട്ടെ. ശ്രീ പത്മനാഭന്റെ മുന്നിൽ താങ്കളുടെ പേരിൽ നടത്തിയ വഴിപാടുകളുടെ പുണ്യം മനസ്സിൽ നിറയ്ക്കുക. സ്നേഹം മുതൽ സാഹോദര്യം വരെ, കരുതൽ മുതൽ കാരുണ്യം വരെ, പുരോഗതി മുതൽ ചക്രവാളം വരെ, വിജയം മുതൽ വിജയം വരെ. അതേത് വിജയൻ? ആദരപൂർവ്വം, സ്നേഹപൂർവ്വം, അഭിമാനപൂർവ്വം അങ്ങയുടെ സ്വന്തം
കൃഷ്ണകുമാർ.